നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വിവാദ കൊടുങ്കാറ്റ് അകലാതെ തൃശൂർ പൂരം കലക്കൽ. വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ്. പൂരം കലക്കാൻ രാഷ്ട്രീയ താൽപര്യമുള്ളവർ ആസൂത്രിത നീക്കം നടത്തിയതായി ADGPയുടെ റിപ്പോർട്ട്. ദേവസ്വങ്ങൾക്കെതിരെയും ആരോപണം. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ ഫോൺ കോൾ വിവരങ്ങൾ തെളിവായി റിപ്പോർട്ടിൽ. പൂരം നിർത്തിവെക്കുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ആസൂത്രിതം. CPI നിലപാട് ഘടിപ്പിക്കുന്നതിനിടെയാണ് പുനരന്വേഷണത്തിന് നീക്കമെന്നത് ശ്രദ്ധേയം. സംസ്ഥാനത്ത് ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തി ഗതാഗത വകുപ്പ്. ICU സംവിധാനമുള്ള ആംബുലൻസിന് 10 കിലോമീറ്റർ യാത്രയ്ക്ക് 2500 രൂപ. C ലെവൽ ആംബുലൻസിന് 1500 രൂപ നൽകണം. B ലെവലിന് 1000 രൂപ മിനിമം ചാർജ്. അധിക കിലോമീറ്റർ യാത്രകൾക്ക് 50, 40, 30 രൂപ വീതം നൽകണം. രാജ്യത്താദ്യമായാണ് ആംബുലൻസ് താരിഫ്. ജില്ലാ പഞ്ചായത്ത് അഡാട്ട് ഡിവിഷനിൽ 110 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം. ഡിവിഷന്റെ വികസന മുന്നേറ്റത്തിന് കരുത്തേകും പദ്ധതികളെന്ന മെമ്പർ ജിമ്മി ചൂണ്ടൽ. എല്ലാ പഞ്ചായത്തുകളിലും ജനകീയ പദ്ധതികൾക്ക് തുക. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയതായി ജിമ്മി ചൂണ്ടൽ. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണം അട്ടിമറിക്കാൻ കോൺഗ്രസും പാർട്ടിയുടെ നഗരസഭാ കൗൺസിലർമാരും ശ്രമം നടത്തുകയാണെന്ന് DYFI. വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന സംഗമത്തിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ കയറ്റിവിട്ട് അക്രമി സംഘം. കോയമ്പത്തൂർ സ്വദേശി 40-കാരൻ അരുണാണ് കൊല്ലപ്പെട്ടത്. റൈസ് പുള്ളർ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ തിരികെ കിട്ടുന്നതിനാണ് മൃഗീയ കൊലയെന്ന് കണ്ടെത്തൽ. യുവാവിന്റെ ശരീരമാകെ മർദ്ദനമേറ്റതിന്റെ പാടുകൾ. മൂക്കിന്റെ പാലം തകർന്ന നിലയിൽ. കണ്ണൂർ അഴീക്കലിലുള്ള ഐസ് ഫാക്ടറി ഉടമ സാദിഖിനും സുഹൃത്തുക്കൾക്കും വേണ്ടിയുള്ള അന്വേഷണം ഊർജിതം. കുറാഞ്ചേരിയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശത്തെ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ തുടർ നടപടികൾക്കായി വടക്കാഞ്ചേരി നഗരസഭ. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ കത്ത് പ്രകാരമാണ് നടപടി. തുടർ നടപടികൾക്കായി മുനിസിപ്പൽ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. മങ്കര റേഷൻ കടയ്ക്ക് സമീപത്തെ 3 വീടുകളുടെ പിൻവശത്തായുള്ള മണ്ണിടിച്ചിലിലും നടപടി സ്വീകരിക്കും. 23 അതിദാരിദ്ര്യ കുടുംബങ്ങളെ പട്ടികയിൽ നിന്ന് നീക്കാനും തീരുമാനം. വണിയമ്പാറയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പീച്ചി മണിയൻ കിണർ ആദിവാസി കോളനിക്ക് സമീപമാണ്. വനത്തിനോടും എസ്റ്റേറ്റ് ഭൂമിക്കും സമീപം പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. ഷോക്കേറ്റാണ് ആന ചെരിഞ്ഞതെന്ന നിഗമനം. പ്രകൃതി സൗഹൃദം പേരിൽ മാത്രമല്ല, ആരിഫിന്റെ യാത്രയ്ക്ക് കാർബൺ പുറന്തള്ളാത്ത വാഗ്ദാനം. ചെറുതുരുത്തി നെടുമ്പുര സ്വദേശിയായ 34-കാരൻ നാട്ടിലെങ്ങും വേറിട്ട വ്യക്തിത്വം. എല്ലാ യാത്രകളും കാളവണ്ടിയിൽ ആസ്വദിച്ച ആരിഫും കുടുംബവും. കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് കാളവണ്ടി ലഭിച്ചത് പിതാവിൽ നിന്ന്. ഹോണും ആധുനിക സീറ്റ് സംവിധാനവും വണ്ടിക്ക് അലങ്കാരം. വാർത്താവിശേഷം വീണ സ്പെഷ്യലിൽ. സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനവും. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ക്ലസ്റ്റർ തല ചാരേ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. വിയ്യൂർ ജില്ലാ ജയിലിൽ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജയിൽ സൂപ്രണ്ട് R രതീഷ് മന്ത്രിയിൽ നിന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ESI EPF പദ്ധതിയിൽ അംഗമായി തുടരുന്നതിനുള്ള ശമ്പള പരിധി 42,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ്. 21,000 എന്ന പരിധി ഉയർത്താത്തതിനാൽ പല കുടുംബങ്ങൾക്കും അർഹമായ ആനുകൂല്യം നിഷേധിക്കപ്പെടുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. BMS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളങ്ങുന്നത്തുകാവ് ESI ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ആശുപത്രിക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി സംഘടന. വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് ടർഫിന് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ചു. പാലക്കാട് സ്വദേശി 40-കാരൻ ശിവദാസിന് പരിക്ക. യുവാവിനെ ആക്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തിച്ചു. അമിത വേഗത്തിലെത്തിയ ബസ്സിൽ നിന്നും രക്ഷപ്പെടാൻ വാൻ വെട്ടിച്ചപ്പോഴായിരുന്നു അപകടമെന്ന് വിവരങ്ങൾ. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ 2 പേർക്ക് പരിക്ക.